ഹായ് എവരി വൺ. ഇന്നത്തെ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് റേഡിയസ്. ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് ഓതൻറ്റിക്കേഷൻ ഡയൽ ഇൻ യൂസർ സർവീസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്കാക്കസിൻ്റെ ഓപ്പൺ സ്റ്റാൻഡേർഡാണ്. അത് ട്രിപ്പിൾ എ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റിമോട്ട് യൂസർ നമ്മൾ ഒരു റൂട്ടറിനകത്തേക്കോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഡിവൈസിനകത്തേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും ഇവർ സപ്ലൈ ചെയ്യുന്നു. ഈ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടോ എന്നുള്ളത് ഈ റേഡിയസ് സെർവറിൻ്റെ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ സെർച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ റിക്വസ്റ്റ് ആക്സസിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ആ ആക്സസിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ഒന്നുകിൽ റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്താണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് സെയിം കൺസെപ്റ്റ് തന്നെ, ട്രിപ്പിളിൻ്റെ സെയിം കൺസെപ്റ്റ്. അത് ഓപ്പൺ സ്റ്റാൻഡേർഡായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ് റേഡിയസ് എന്ന് പറയുന്നത്. ടെക്കാക്കസ് എന്ന് പറയുന്നത് ട്രിപ്പിളിൻ്റെ ഓപ്പൺ സ്റ്റാൻഡേർഡ് അല്ല, അത് പ്രൊപ്രൈറ്ററി മെത്തേഡാണ്, സിസ്കോ പ്രൊപ്രൈറ്ററി മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം. ഇറ്റ്സ് എ ഓപ്പൺ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഫോർ ഒതൻറ്റിക്കേഷൻ യൂസേഴ്സ് ഓൺ ദ നെറ്റ്വർക്ക്. അല്ലെങ്കിൽ റേഡിയസ് വെരിഫൈ ആൻഡ് മാനേജസ് ആക്സസ് ടു ദ നെറ്റ്വർക്ക് സർവീസസ്. അല്ലെങ്കിൽ പ്രൊവൈഡ് സെൻട്രലൈസ്ഡ് ഒതൻറ്റിക്കേഷൻ ആൻഡ് അക്കൗണ്ടിങ് ഫോർ റിമോട്ട് യൂസേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ റേഡിയസ് സെർവർ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ഹൂ ക്യാൻ കണക്ട് ടു ദ നെറ്റ്വർക്ക് ആൻഡ് ട്രാക്ക് ദെയർ ആക്ടിവിറ്റീസ്. ഇങ്ങനെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ കമ്പൈൻസ് ഒതൻറ്റിക്കേഷൻ ആൻഡ് അക്കൗണ്ടിങ് ഇൻ വൺ പ്രോട്ടോക്കോൾ. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടോക്കോൾ ദാറ്റ് വെരിഫൈസ് ആൻഡ് റെക്കോർഡ്സ് യൂസർ ആക്സസ് ടു ദ നെറ്റ്വർക്ക് റിസോഴ്സസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് രണ്ട് ഡെഫിനേഷൻസ് പഠിച്ചു വെക്കുക. പക്ഷേ മിക്കവാറും ഇതിനകത്തുള്ള ബേസിക് ക്വസ്റ്റ്യൻസിൽ ഇതൊന്നും വരാറില്ല. ടെക്കാക്കസും റേഡിയസൊന്നും അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റൂട്ടിംഗ്, സ്വിച്ചിങ്, സബ്നെറ്റിംഗ്, IP അഡ്രസ്സിങ് ഒക്കെ തന്നെയാണ്. നമുക്ക് അടുത്ത സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ലൈവിൽ വന്ന ക്വസ്റ്റ്യൻസ്, അതായത് പല പല കമ്പനികളിലും ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻ്റ്ലി ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മൾ കൂടുതൽ നിങ്ങൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ, ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.